ഗുഡ് മോർണിംഗ് ഓൾ. എനിക്കിന്നിവിടെ എടുക്കാനുള്ള ടോപ്പിക്ക് നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ മെത്തേഡ്സുമാണ്. ഫസ്റ്റ് നമുക്ക് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് പോസിബിൾ ടു അണ്ടർടേക്ക് എ പ്രോബബിലിറ്റി മെത്തേഡ് ഓഫ് സാമ്പിളിംഗ് സച്ച് ആസ് ഇൻ റാൻഡം സാമ്പിളിംഗ്. അതായത് റാൻഡം സാമ്പിളിങ്ങിൽ നമുക്ക് എപ്പോഴും ഒരു പ്രോബബിലിറ്റി മെത്തേഡ് അണ്ടർടേക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പോപ്പുലേഷനിൽ നമുക്ക് ഒരു സാമ്പിളിംഗ് ഫ്രെയിം അവൈലബിൾ അല്ലാത്ത കേസാണ് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ കാണിക്കുന്നത് ദ എൽഡർലി പീപ്പിൾ ഹു ആർ അറ്റൻഡിങ് എ ഫുട്ബോൾ മാച്ച്. അതായത് ഫുട്ബോൾ മാച്ചിൽ അറ്റൻഡ് ചെയ്യുന്ന എൽഡർലി ആയിട്ടുള്ള പീപ്പിൾസ്, അതുപോലെ പീപ്പിൾ ഹു ഷോപ്പ് ഇൻ എ പർട്ടിക്കുലർ പാർട്ട് ഓഫ് ടൗൺ. അതായത് ഒരു ടൗണിൻ്റെ പർട്ടിക്കുലർ പാർട്ടിൽ ഷോപ്പ് ചെയ്യുന്ന പീപ്പിൾസിനൊക്കെയാണ് ഇതിൽ എക്സാമ്പിളായിട്ട് പറയുന്നത്. അനദർ factor to bear in mind is that many of the probability sampling methods are described above may mean that the researcher would have to undertake a postal or telephone survey, deliver or might be expected to go from house to house. Some of the problems are low responsive rate. അതായത് ഈ പ്രോബബിലിറ്റി മെത്തേഡൊക്കെ ഉണ്ടെങ്കിലും റിസർച്ചർ മൈൻഡിൽ വയ്ക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പോസ്റ്റലായിട്ടോ അതുപോലെ തന്നെ ടെലിഫോണായിട്ടോ സർവേ കണ്ടക്ട് ചെയ്യണം, ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ ഹൗസിലേക്ക് പോവുക. അങ്ങനെയുള്ള മെത്തേഡ്സൊക്കെ നമുക്ക് റിസർച്ചറുടെ മൈൻഡിൽ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ റെസ്പോൺസീവ് റേറ്റ് ആയിരിക്കും. അതായത് എല്ലാവരും ഒരുപോലെ തിരിച്ച് റെസ്പോണ്ട് ചെയ്യണമെന്ന് ഇല്ല. ഇൻ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ദ ഡിഗ്രി ടു വിച്ച് ദ സാമ്പിൾ ഡിഫർ ഫ്രം ദ പോപ്പുലേഷൻ റിമൈൻസ് അൺനോൺ. അതായത് നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ പോപ്പുലേഷനിൽ നിന്ന് എത്രമാത്രം ഡിഫറെൻ്റ് ആണ് സാമ്പിൾ എന്നുള്ള ഡിഗ്രി മെഷർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. അത് എപ്പോഴും അൺനോൺ ആയിരിക്കും. This type of sampling technique does not give any assurance whether every element has a chance of being included in sample. അതായത് ഈ ടൈപ്പ് ഓഫ് സാമ്പിളിംഗിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എലമെൻസിനും സാമ്പിളിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ചാൻസ് കിട്ടുമെന്നുള്ളത് നമുക്ക് ഒരു അഷ്വറൻസ് ഇല്ലാത്ത കാര്യമാണ്, അതായത് ഷുവർ ഇല്ലാത്ത കാര്യമാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ദ മെത്തേഡ്സ് ഓഫ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ്. അതിൽ വരുന്നത് ഒരു 6 മെത്തേഡ്സ് ആണ്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് accidental sampling, second one quota sampling, third one purposive or judgmental sampling, fourth one convenience sampling, fifth one snowball sampling and sixth one self selection. ഈ നെക്സ്റ്റ് വരുന്ന ടോപ്പിക്ക് അഡ്വാൻറ്റേജസ് ഓഫ് നോൺ പ്രോബബിലിറ്റി മെത്തേഡ്. നോൺ പ്രോബബിലിറ്റിയുടെ അഡ്വാൻറ്റേജസ് ആണ് ഇനി നോക്കാനുള്ളത്. ഫസ്റ്റ് അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ചീപ്പർ മെത്തേഡ്. അതൊരു ചീപ്പറായിട്ടുള്ള മെത്തേഡാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ സാമ്പിളിംഗ് ഫ്രെയിം ഈസ് നോട്ട് അവൈലബിൾ. ഇത് യൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പിളിംഗ് ഫ്രെയിം അവൈലബിൾ അല്ലാത്ത സമയത്താണ്. ഇറ്റ് ഈസ് യൂസ്ഫുൾ വെൻ പോപ്പുലേഷൻസ് ഈസ് സോ വൈഡ്ലി ഡിസ്പേഴ്സ് ദാറ്റ് ക്ലസ്റ്റർ സാമ്പിളിംഗ് വുഡ് നോട്ട് ബി എഫിഷ്യൻറ്റ്. അതായത് ഇത് എപ്പോഴാണ് യൂസ്ഫുൾ ആവണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോപ്പുലേഷൻസ് ഭയങ്കരമായിട്ട് ഡിസ്പേഴ്സ് ചെയ്തിട്ട് ക്ലസ്റ്റർ സാമ്പിളിംഗ് എഫിഷ്യൻ്റ് അല്ലാതെ വരുന്ന സിറ്റുവേഷനിലാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ചൂസ് ചെയ്യുക. പിന്നെ വരുന്നത് ഇറ്റ് ഈസ് ഓഫൺ യൂസ്ഡ് ഇൻ എക്സ്പ്ലോറേറ്ററി സ്റ്റഡീസ്, അതായത് ഹൈപ്പോത്തീസിസ് ജനറേഷൻസ്. അതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് ഫസ്റ്റ് മെത്തേഡായിട്ടുള്ള ആക്സിഡൻ്റൽ സാമ്പിളിംഗ് ആണ്. In this method, the researcher simply contacts and pick up those cases which he come across and thus continuing the process till the total sample reaches a designated size. For instance, the researcher may take the first 100% he meets any one of the areas or avenues who are willing to be interviewed or to provide the informations required. അതായത് ആക്സിഡൻ്റൽ സാമ്പിളിങ്ങിന് നമുക്ക് ഓൾസോ നോൺ ആസ് ഓപ്പർച്യൂണിറ്റി സാമ്പിളിംഗ് എന്നും പറയാം. ഇറ്റ് ഇൻവോൾവ്സ് ടേക്കിംഗ് എ പോപ്പുലേഷൻ സാമ്പിൾ ദാറ്റ് ഈസ് ക്ലോസ് അറ്റ് ഹാൻഡ് റാദർ ദാൻ കെയർഫുള്ളി ഡിറ്റർമൈൻഡ് ആൻഡ് ഒബ്റ്റെയിൻഡ്. അതായത് ഒരു ഇവിടെ സാമ്പിൾ എങ്ങനെ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസ് അറ്റ് ഹാൻഡ് ആയിരിക്കും. അതായത് കൂടുതലായിട്ട് അവരെ ഡിറ്റർമൈൻ ചെയ്യുകയോ ഇവാലുവേറ്റ് ചെയ്യുന്നതിനേക്കാളും മുന്നേ തന്നെ ക്ലോസ് ആയിട്ടുള്ള സാമ്പിൾസാണ് എടുക്കുക. അതായത് ഒരു എക്സാമ്പിൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർച്ചർ ഒരു പ്ലേസ് ഒരു അവന്യൂവിൽ ചെന്നിട്ട് ഒരു 100 പേഴ്സൺസിനെ മീറ്റ് ചെയ്യാണ്. അപ്പോൾ അവരെ ചൂസ് ചെയ്തിട്ട് അവർ ഇൻ്റർവ്യൂവിന് വില്ലിങ് ആണെങ്കിൽ അവരെ സർവേ എടുക്കുക, അല്ലെങ്കിൽ അവരിൽ നിന്നുള്ള ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുക. ആ ഒരു ഇതിനെയാണ് പറയുന്നത് ആക്സിഡൻ്റൽ സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ മെറിറ്റ്സ്
മൂന്നെണ്ണം പറയുന്നുണ്ട്. ഇറ്റ് ഈസ് എക്കണോമിക്കൽ ആൻഡ് കൺവീനിയൻറ്റ്. ഇറ്റ് ക്യാൻ ഓൾസോ അഫോർഡ് എ ബേസിസ് ഫോർ stimulating insights and hypotheses. It is also useful in those cases where too much accuracy is not needed. അതായത് അത് എക്കണോമിക്കലാണ്, അതുപോലെ തന്നെ കൺവീനിയൻ്റ് ആണ്, പിന്നെ കൂടുതൽ ആക്യുറസി ആവശ്യമില്ലാത്ത സാമ്പിളിങ്ങിലാണ് ഈ ആക്സിഡൻ്റൽ സാമ്പിളിങ് യൂസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് ക്വാട്ട സാമ്പിളിംഗ് ആണ്. ക്വാട്ട സാമ്പിളിങ്ങിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്വാട്ട സാമ്പിളിംഗ് ഈസ് എ ടൈപ്പ് ഓഫ് ജഡ്ജ്മെൻറ്റൽ സാമ്പിളിംഗ്. ഇൻ ദിസ് മെത്തേഡ് ക്വാട്ടാസ് ആർ സെറ്റ് അപ്പ് അക്കോർഡിംഗ് ടു സം സ്പെസിഫൈഡ് ക്യാരക്ടറിസ്റ്റിക്സ്, എക്സാമ്പിൾ ഓൺ ദ ബേസിസ് ഓഫ് ഇൻകം ഗ്രൂപ്പ്സ്. അതായത് ക്വാട്ട സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജഡ്ജ്മെൻറ്റൽ സാമ്പിളിംഗ് ആണ്. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വാട്ട സെറ്റപ്പ് ചെയ്യും, അതായത് ചില ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ഇൻകം ബേസിസ്, ഏജ് ബേസിസ്, അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ക്വാട്ട സെറ്റ് ചെയ്യും. ആ ക്യാരക്ടറിസ്റ്റിക്സിനെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻ്റർവ്യൂവേഴ്സിനെ അല്ലെങ്കിൽ റെസ്പോണ്ടൻസിനെയാണ് ചൂസ് ചെയ്യുക. ഈച്ച് ഇൻ്റർവ്യൂവർ ഈസ് ദെൻ ആസ്ക്ഡ് ടു ഇൻ്റർവ്യൂ എ സർട്ടൈൻ നമ്പർ ഓഫ് പേഴ്സൺ ഹു കോൺസ്റ്റിറ്റ്യൂട്ട്സ് ഹിസ് ക്വാട്ട. അതായത് ഇൻ്റർവ്യൂവർ എപ്പോഴും ഇൻ്റർവ്യൂക്ക് ഈ ക്യാരക്ടറിസ്റ്റിക്സ് കവർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഇൻ്റർവ്യൂവിന് എടുക്കുക. ക്വാട്ട സാമ്പിളിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് മാർക്കറ്റ് റിസർച്ചിലാണ്. പിന്നെ ക്വാട്ട സാമ്പിളിംഗ് ഹാസ് 3 stages ഓഫ് സെലക്ഷന് 3 stages ഉണ്ടെന്നാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജ് പറയുന്നത് ക്ലാസിഫൈ ദ പോപ്പുലേഷൻ ഇൻ ടേംസ് ഓഫ് സം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വിച്ച് സാമ്പിൾ ഈസ് ടു ബി റെപ്രസെൻറ്റഡ്. അതായത് പോപ്പുലേഷനെ ആ ക്യാരക്ടറിൻ്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്തു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏജ് ആണ്. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ഡിറ്റർമിനേഷൻസ് ഓഫ് പ്രൊപ്പോർഷൻ ഓഫ് ദ പോപ്പുലേഷൻ falling into each group or class on the basis of non-assured or estimated composition of populations. അതായത് പോപ്പുലേഷൻ പ്രൊപ്പോർഷനെ ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് രണ്ടാമത്തെ സ്റ്റേജ് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേജ് പറയുന്നത് അസൈൻ ക്വാട്ട ഓഫ് റെസ്പോണ്ടൻസ് ടു വാരിയസ് ഇൻ്റർവ്യൂവേഴ്സ്. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻ്റർവ്യൂവേഴ്സിന് റെസ്പോണ്ടൻസിൻ്റെ ക്വാട്ട അസൈൻ ചെയ്ത് കൊടുക്കുക. ഇത്ര 3 സ്റ്റെപ്സാണ് ക്വാട്ട സാമ്പിളിങ്ങിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാനുള്ളതാണ് മൂന്നാമത്തെ മെത്തേഡാണ് പെർപ്പസീവ് ഓർ ജഡ്ജ്മെൻറ്റൽ സാമ്പിളിംഗ്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എ പെർപ്പസീവ് സാമ്പിളിംഗ് ഈസ് വൺ വിച്ച് ഈസ് സെലക്റ്റഡ് ബൈ ദ റിസർച്ചർ സബ്ജക്റ്റീവ്ലി. അതായത് റിസർച്ചർ സബ്ജക്റ്റീവ്ലി സെലക്ട് ചെയ്യുന്നതിനെയാണ് പെർപ്പസീവ് സാമ്പിൾ എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, ഇൻ പെർപ്പസീവ് സാമ്പിളിംഗ് the people unit elements in the samples are selected because they are regarded as having similar characteristics to the people in the designated research or population. They rely on their own judgment when choosing members of populations. അതായത് പോപ്പുലേഷനിൽ സാമ്പിൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ ഓൺ ജഡ്ജ്മെൻറ്റ്സും അതിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതായത് റിസർച്ചറുടെ ഇമ്പോർട്ടൻസിനും അല്ലെങ്കിൽ അവരുടെ ജഡ്ജ്മെൻറ്റ്സിനും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ടെന്നാണ് പറയുന്നത്. അതിൽ ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ആ സാമ്പിൾസിനെ പെട്ടെന്നും അതുപോലെ തന്നെ കൂടുതൽ ടുഗദർ ആയിട്ടും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ കിട്ടും. അതുകൊണ്ട് അതൊരു ചീപ്ലി പ്രോസസ്സാണെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഓഫൻ യൂസ്ഡ് ഇൻ political polling district chosen because their pattern has in the past provided good idea of outcome for the whole electorate. അതായത് ഇത് ഓഫണായിട്ട് യൂസ് ചെയ്യുന്നത് പൊളിറ്റിക്കൽ പോളിങ്ങിലൊക്കെയാണ്. ഇതാണ് മൂന്നാമത്തെ പെർപ്പസീവ് സാമ്പിളിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നാലാമത്തെ വരുന്നതാണ് കൺവീനിയൻസ് സാമ്പിളിംഗ്. അതായത് എ കൺവീനിയൻസ് സാമ്പിളിംഗ് ഈസ് യൂസ്ഡ് വെൻ വി സിംപ്ലി സ്റ്റോപ്പ് എനിബഡി ഇൻ ദ സ്ട്രീറ്റ് ഹു ഈസ് പ്രിപ്പയർഡ് ടു സ്റ്റോപ്പ്, ഓർ വെൻ വി വാണ്ടർ റൗണ്ട് എ ബിസിനസ്, എ ഷോപ്പ്, എ റെസ്റ്റോറൻറ്റ്, എ തിയേറ്റർ, ഓർ വാട്ട് എവർ, ആസ്കിംഗ് പീപ്പിൾ വി മീറ്റ് വെദർ ദേ വിൽ ആൻസർ അവർ ക്വസ്റ്റ്യൻസ്. ഇറ്റ് ടേക്സ് സാമ്പിൾസ് ദാറ്റ് ആസ് കൺവീനിയൻ്റ്ലി ലൊക്കേറ്റഡ്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സാമ്പിൾസ് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്യുക, നമുക്ക് സാമ്പിൾസിനെ ടേക്ക് ചെയ്യുന്നത് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് ലൊക്കേറ്റ് ചെയ്ത ഏരിയാസിൽ നിന്നായിരിക്കും. അതായത് ഇപ്പോൾ നമ്മളൊരു ഷോപ്പിൽ ചെല്ലുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ്, തിയേറ്റർ, എവിടെയാണോ നമുക്ക് പീപ്പിൾസിനോട് അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരോട് സ്റ്റോപ്പ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്യാൻ പറ്റുക, അത് അവർ ഇൻഫോർമേഷൻ തരാമെന്നുണ്ടെങ്കിൽ അവർ കളക്ട് ചെയ്യാം. അങ്ങനൊരു മെത്തേഡിനെയാണ് കൺവീനിയൻസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. However, this method is often only feasible one, particularly for students or other with restricted time and resources, and can
legitimately be used provided its limitations are clearly understood and stated. അതായത് ഈ മെത്തേഡ് ഫീസിബിൾ ആയിട്ടുള്ളത് സ്റ്റുഡൻസിനായിരിക്കും. കാരണം ഒരു ലിമിറ്റഡ് ടൈമിൻ്റെ ഉള്ളിൽ റെസ്ട്രിക്റ്റഡ് ടൈം ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിൻ്റെ ഉള്ളിൽ കളക്ട് ചെയ്യാമെന്ന് പറയുമ്പോഴാണ് അവർക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ലൊക്കേഷനിൽ പോയിട്ട് സാമ്പിൾ സെലക്ട് ചെയ്യുക. അതാണ് ഈ കൺവീനിയൻസ് സാമ്പിളിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് സ്നോബോൾ സെലക്ഷനാണ്. സ്നോബോൾ സാമ്പിളിംഗ് ആണ്. സ്നോബോൾ സാമ്പിളിങ്ങിൽ പറയുന്നത് ഇറ്റ് ഈസ് യെറ്റ് അനദർ ഫോം ഓഫ് പർപ്പസീവ് സാമ്പിളിംഗ്. അതായത് അത് പർപ്പസീവ് സാമ്പിളിങ്ങിൻ്റെ വേറൊരു മെത്തേഡാണ്. വിച്ച് ഈസ് ഓഫൺ യൂസ്ഡ് ടു റീച്ച് റിസർച്ച് പോപ്പുലേഷൻ ദാറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു find. It has been used for studies of deviant behavior. These sampling techniques may also be used in sociometric studies. അതായത് സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർപ്പസീവ് സാമ്പിളിങ്ങിൻ്റെ വേറൊരു ഫോമാണ്. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡീവിയൻ്റ് ബിഹേവിയറിനെ സ്റ്റഡി ചെയ്യാനും അതുപോലെ തന്നെ ഈ ടെക്നിക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് സോഷ്യോമെട്രിക് സ്റ്റഡീസിലാണ്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ we initially contact a few potential respondents and then ask them whether they know of anybody with the same characteristics that we are looking for in our റിസർച്ച്. അതായത് ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് റെസ്പോണ്ടൻസിനെ ആദ്യം നമ്മൾ കോണ്ടാക്ട് ചെയ്തതിന് ശേഷം അവരുടെ അടുത്ത് ഈ റിസർച്ചിന് അല്ലെങ്കിൽ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആരെങ്കിലും അറിയോ എന്നുള്ള ഇതിൽ ചോദിച്ച് അവരെ സെലക്ട് ചെയ്യാം. അങ്ങനെയാണ് ഈ സ്നോബോൾ സാമ്പിളിങ്ങിൽ ചെയ്യുന്നത്. അതിൻ്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഇൻ സ്റ്റഡിങ് സോഷ്യൽ ഗ്രൂപ്പ്സ് ആൻഡ് ഇൻഫോർമൽ ഗ്രൂപ്പ്സ് ഇൻ എ ഫോർമൽ ഓർഗനൈസേഷൻ. അതായത് ഇതിൻ്റെ മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഒരു ഫോർമൽ ഓർഗനൈസേഷനിൽ ഇൻഫോർമലായിട്ടും അതുപോലെ തന്നെ സോഷ്യൽ ഗ്രൂപ്പിനെ പറ്റിയിട്ടും സ്റ്റഡി ചെയ്യാനായിട്ട് അത് യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ സ്മോൾ പ്രൊപ്പോർഷൻ ഫോർ വിച്ച് നോ ഫ്രെയിംസ് ആർ റീഡ്ലി അവൈലബിൾ. അതായത് സ്മോൾ പ്രൊപ്പോർഷനിൽ ഫ്രെയിം അവൈലബിൾ അല്ലാത്ത സ്മോൾ പ്രൊപ്പോർഷൻ ഗ്രൂപ്പിൽ ഇത് യൂസ്ഫുൾ ആണെന്നാണ് പറയുന്നത്. അതിനുശേഷം ലാസ്റ്റ് മെത്തേഡ് പറയുന്നത് സെൽഫ് സെലക്ഷൻ ആണ്. സെൽഫ് സെലക്ഷൻ ഈസ് perhaps self-explanatory. Respondents themselves decide that they would like to take part in our survey. അതായത് സെൽഫ് സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. റെസ്പോണ്ടൻസ് അവർ ഇഷ്ടത്തിന് അവർ ഡിസൈഡ് ചെയ്യാണ് നമ്മുടെ സർവേയിൽ അവർക്ക് പാർട്ടാവണം അല്ലെങ്കിൽ അവർക്ക് റെസ്പോൺസ് തരണം എന്ന് അവർ ഡിസൈഡ് ചെയ്യാണ്. അതാണ് സെൽഫ് സെലക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ 6 മെത്തേഡാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിനുള്ളത്. ഫസ്റ്റ് വരുന്നത് ആക്സിഡൻ്റൽ സാമ്പിളിംഗ്, സെക്കൻഡ് ക്വാട്ട സാമ്പിളിംഗ്, തേർഡ് വൺ പർപ്പസീവ് സാമ്പിളിംഗ്, ഫോർത്ത് വൺ കൺവീനിയൻറ്റ് സാമ്പിളിംഗ്, ഫിഫ്ത്ത് വൺ സ്നോബോൾ സാമ്പിളിംഗ് ആൻഡ് സിക്സ്ത് വൺ സെൽഫ് സെലക്ഷൻ. താങ്ക് യു.